അത് ചുങ്കത്തറയിലാണുള്ളത്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. അല്പസമയം മുമ്പ് ഇവിടെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വോട്ട് രേഖപ്പെടുത്തി കുടുംബത്തിനോടൊപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ഈ ഒരു മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ്. കാരണം ഇവിടെയാണ് കൌണ്ടിംഗ് സ്റ്റേഷനും മറ്റ് പോളിംഗ് സാമഗ്രികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് സ്റ്റേഷന് അടുത്തേക്ക് പോയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പരിമിതിയുണ്ട്. NDA സ്ഥാനാർത്ഥിയാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയത്. ചുങ്കത്തറയുടെ ഒരു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ ഒരു പഞ്ചായത്താണ് ചുങ്കത്തറ. അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും പോയതിനു ശേഷമുള്ള അൻവർ എഫക്ട് ആദ്യമായി പ്രതിഫലിച്ച ഒരു പഞ്ചായത്ത് എന്ന് പറയേണ്ടിയിരിക്കും. കാരണം എന്താ വെച്ചാൽ CPM സ്വതന്ത്ര കൂറുമാറി അതിനുശേഷം ഇടതിന് ഭരണം നഷ്ടമായി UDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ആർക്ക് അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലവിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചുങ്കത്തറയിലെ പഞ്ചായത്തിലെ ജനങ്ങൾ എങ്ങനെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം എന്നത് 23-ന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിലവിൽ ഇപ്പോൾ നല്ല പ്രതികരണമാണ് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. 31,831 വോട്ടർമാരാണ് ഈ പഞ്ചായത്തിൽ ആകെയുള്ളത്. 35 ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ പല ഇടങ്ങളിലും 1000-ന് മുകളിൽ വോട്ടർമാരുണ്ട്. 12 ബൂത്തുകളിലാണ് നിലവിൽ 1000-ന് മുകളിൽ വോട്ടർമാരുള്ളത്. അതിരാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തി കൂടുതൽ നമ്മൾ കണ്ട സ്ത്രീകളെയാണ്. അവർ രാവിലത്തെ വീട്ടുജോലിയെല്ലാം കഴിഞ്ഞ് ആ മഴയൊക്കെ ഒരു ശമനമുള്ള സമയത്ത് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോഴും സുഗമമായി തന്നെ പോളിംഗ് ചുങ്കത്തറ പഞ്ചായത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN. താങ്ക് യു മിഥില ബാലൻ.